പൂജ നടത്തിട്ടോ അവിടെ. ഹേ ഫാം, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണ്, സേഫ് ആയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോൺ എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ബസ്സൊക്കെ കയറി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കണ്ടു കേട്ടോ. ഇത് ഇവിടെ തിരുനെല്ലായി പാലമാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോൺ എടുക്കാൻ വന്നിട്ടുള്ളത് CM മൊബൈൽസിലാണ് കേട്ടോ. ഒലവക്കോടുള്ള CM മൊബൈൽസിലാണ്. അപ്പോൾ ഏട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാ ഈ കാണുന്നത് 10,000 രൂപൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു എന്ന് വെച്ചാൽ ഈ കാണുന്നതിൽ എന്തെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും പ്രൈസ് അടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിതാ ഫോണൊക്കെ വാങ്ങിച്ച് ഓപ്പൺ ചെയ്തു. പിന്നെ ആർക്കാ ഫോൺ ചോദിച്ചാൽ ഇവളുടെ അമ്മയ്ക്കാണ് കേട്ടോ. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇവളെന്നെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പ്രഹസനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫോൺ വാങ്ങിയതിൻ്റെ പ്രഹസനമൊക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടും കേട്ടോ. ഓണം ഓഫർ ആയതുകൊണ്ട് തന്നെ എക്സൈറ്റിംഗ് ഗിഫ്റ്റൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും കിട്ടുക എന്നുള്ളൊരു ത്വരയായിരുന്നു അടുത്തത്. പൂജ നടത്തിട്ടോ അവിടെ. എടുത്തോ എടുക്കണോ? ഇങ്ങോട്ട് ഞാൻ എടുക്കാം. അങ്ങനെ ഇതാ ഞാനാണ് കേട്ടോ സ്ക്രാച്ച് കാർഡ് ചൂസ് ചെയ്ത് കൊടുത്തത്. എന്തോന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തതാണ്. അങ്ങനെ ഇതാ ഏട്ടൻ അവിടെ സ്ക്രാച്ച് കാർഡ് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും മൊത്തത്തിൽ മൂഞ്ചി അവസ്ഥയായിരിക്കും എന്നായിരുന്നു കേട്ടോ. പക്ഷെ അവർ പറഞ്ഞത് എന്തായാലും ഒരു പ്രൈസ് നിങ്ങൾക്ക് അടിച്ചിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ അടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു വാച്ചും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂടൂത്തും കൂടെയാണ് കേട്ടോ നമുക്ക് അടിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ഒന്നില്ലെങ്കിൽ LED TV അടിക്കും, ഇല്ലെങ്കിൽ ഒരു സ്പീക്കർ അടിക്കുന്നതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്താണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. അപ്പോൾ അവൾക്ക് ഇതൊക്കെ കിട്ടിയപ്പോൾ അവളും ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മക്ഡൊണാൾഡ്സിലേക്ക് വിട്ടു കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. എനിക്കിവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ടൈമിൽ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരാൾ എന്താ കഴിക്കേണ്ടതെന്ന് അറിയാതെ രണ്ടും കൂടെ അകത്താക്കുന്നുണ്ട് കേട്ടോ ഒരേ ടൈമിൽ. പിന്നെ ഞാനും അതുപോലെ തന്നെയായിരുന്നു. ഞാനും രണ്ടും അകത്താക്കുമായിരുന്നു. എനിക്ക് നല്ല ക്രേവിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് പീരീഡ്സ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുമെന്നുള്ളതായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ഷോ ഓഫൊക്കെ അവിടെ നിന്ന് നടത്തിയിട്ട് ഞങ്ങൾ നേരെ പോയത് എവിടേക്കാണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും മറക്കാണ്ട് വാങ്ങിയിട്ട് പോകണം. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ മറന്നിട്ട് പോണ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നാമത് നല്ല ടയേർഡായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാകും. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ.